ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു അവക്കാഡോ എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. പെട്ടെന്നുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കാം, വൈകിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട എടുത്തു, അത് പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വെജീസൊക്കെ കട്ട് ചെയ്യാം. അല്പം മല്ലിയില എടുത്ത് ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അരിയാം കേട്ടോ, അതാണ് നല്ലത്. എന്താണേലും മല്ലിയില എടുക്കണം. അപ്പം ഞാൻ അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തേക്കുന്നത്. ക്യാപ്സിക്കില്ലേ, ഒരു ചെറിയ എരിവുള്ള പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടുന്ന ഒന്നുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ അത് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ യെല്ലോ എടുത്തു, അത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും പൊടി പൊടിയായിട്ട് അരിയുക. ഒരു സബോള എടുക്കുന്ന അളവനുസരിച്ച് ഒന്നും കൂടിപ്പോകരുത് കേട്ടോ. എല്ലാം ഇത്തിരി കുറഞ്ഞ് തന്നെ നിന്നിട്ട് അവക്കാഡോ കൂടുതൽ നിൽക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. പിന്നെ ലെറ്റ്യൂസ് ലീഫും. ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ഇനി സബോള ഇല്ലെങ്കിൽ അതിന് പകരം സ്പ്രിംഗ് ഓണിയൻ വേണേലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി ക്യാരറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് വേണ്ട അവക്കാഡോയാണ്. അപ്പം ഞാനൊരു അവക്കാഡോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒത്തിരി പഴുത്തു പോയതൊന്നുമല്ല, എന്നാൽ മീഡിയം പഴുപ്പുള്ളതാണ്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തൊക്കെ വെച്ച് അപ്പോൾ കണ്ടില്ല, ഈ ഒരു പഴുപ്പോയതാണ്. ഇനി ഇതുകൂടെ അതിലേക്കിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. ഈ ലെമൺ ജ്യൂസ് എന്താണേലും ഒഴിക്കണം കേട്ടോ, അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് കൂടിപ്പോരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആ ഫ്ലേവർ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് കണക്കല്ല എന്ന് തോന്നിയാൽ വീണ്ടും അല്പം ഇട്ട് കൊടുത്ത് അങ്ങനെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. പിന്നെ ഇത്തിരി പെപ്പർ പൗഡർ, ഇതിന് പകരം ക്രഷ്ഡ് ചില്ലി വേണേലും ഇട്ട് കൊടുക്കുക കേട്ടോ, എരിവിനനുസരിച്ച്. അപ്പോൾ അതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് സ്ലൈസ് ബ്രെഡ് അല്ലമീൻ്റെ ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം, ബണ്ണും എടുക്കാം. ബണ്ണിൽ വേണേലും ഇത് റോൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അല്ലമീൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരല്പം ഷുഗറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ഷുഗറിൻ്റെ ടേസ്റ്റ് കൂടെ വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നി, ഒരു പുളിയും ഉപ്പും ഷുഗറും എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് ഷുഗർ കൂടി ഇട്ട് കൊടുത്തു. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ടോസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. വെറുതെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ലെറ്റ്യൂസ് ലീഫും വെച്ച് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്താണെങ്കിലും ഫില്ലിങ് ഇതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് എഗ്ഗ് കൂടെ വെച്ച് കൊടുത്തു. എഗ്ഗ് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും എഗ്ഗ് വെക്കാം. കുഞ്ഞുങ്ങളെങ്ങനെ കഴിക്കുന്നോ, നിങ്ങൾക്ക് കഴിക്കാൻ എങ്ങനെ ഇഷ്ടമാണോ ആ രീതിക്ക് നമുക്ക് വെക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം നമ്മുടെ അവക്കാഡോ എഗ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പം ടാറ്റാ, ബൈ, സീ യു.